ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വാട്ട് ഈറ്റിനെ ഡേ എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷേ ഇത് ലെങ്ത് കൂടിപ്പോയി. നമുക്കൊരു മൊത്തം ഡേ ഇൻ മൈ ലൈഫായിട്ട് ഈ വീഡിയോയിൽ കാണാം. അങ്ങനെ രാവിലെ തന്നെ കഴിക്കാനായിട്ട് കുഴലപ്പവും തേയിലവെള്ളമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് ശേഷമാണ് ഞാൻ വീണ്ടും കുഴലപ്പം കഴിക്കുന്നത്. പക്ഷേ പണ്ടത്തെ അത്ര ടേസ്റ്റ് എനിക്കിതിന് തോന്നിയില്ല. എന്നാലും കുഴലപ്പം അല്ലേ എന്ന് വെച്ച് ഞാൻ അങ്ങ് കഴിച്ചു. പിന്നെ ഇന്നത്തെ കാപ്പിക്ക് ദോശയും ചമ്മന്തിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വാരി വെച്ച് കൊടുക്കുന്നു, ഞാനും കഴിക്കുന്നു. അമ്മയ്ക്കിന്ന് കഴിക്കാൻ പുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് വീട്ടിൽ വെച്ച് ഇഷ്ടമില്ലാത്ത ആഹാരങ്ങളായ പുട്ടും ഉപ്പുമാവൊക്കെ ഞാനിപ്പോൾ ഫിലിപ്പീൻസിന് വന്നതിന് ശേഷം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അങ്ങനെ പുട്ട് കഴിച്ച് മടുത്തിട്ടാണ് അമ്മയുടെ അടുത്ത് എനിക്ക് പുട്ട് വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് ദോശ ഉണ്ടാക്കി തന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. പക്ഷേ അവസാനം ഫ്രൈഡ് റൈസ് ഒരു വെജിറ്റബിൾ ബിരിയാണി ആയിട്ട് മാറി. എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് ഒരു പിടിയില്ല. തോന്നുന്ന കാര്യമെല്ലാം ചെയ്തു. എന്തിനോ വേണ്ടി ക്യാരറ്റൊക്കെ നീളത്തിനരിഞ്ഞു. പക്ഷെ അവസാനം ഉണ്ടാക്കിയത് ബിരിയാണി ആയിരുന്നു ഗൈസ്. ബിരിയാണിയൊന്നും ഫ്രൈഡ് റൈസൊന്നും സത്യത്തിൽ ഞാൻ പറയാൻ പറ്റില്ല. ഇതിനെന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എനിക്ക് തോന്നിയ പോലെ എല്ലാ വെജിറ്റബിൾസും അരിയും എടുത്ത് വെള്ളം ഒഴിച്ച് ഞാൻ കുക്കർ അടച്ചു വെച്ചു. എന്നിട്ട് ലാസ്റ്റ് എന്തോ ഒരു കുറച്ച് നന്നായിട്ട് വെന്ത് പോയി. അങ്ങനെ ഒരു ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അരച്ചിട്ട് കുക്കറിലോട്ട് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കർ പൂട്ടി വെച്ചു. ഉറുമ്പ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈമും കൂടെ അമ്മ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ കുടിക്കുന്നതിന് മുമ്പേ ലൈം കുടിക്കാൻ ഒരു ഉറുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. പിന്നെ അതിനെയും തട്ടിക്കളഞ്ഞ് ലൈമും അകത്താക്കി. പിന്നെ ഞാനുണ്ടാക്കിയ ബിരിയാണി ഇന്ന് ഉച്ചയ്ക്ക് റെഡിയാവില്ല എന്ന് അമ്മ നേരത്തെ കണ്ട് അമ്മ പപ്പയോട് 2 ഊണ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചത്തെ ഫുഡ് ഊണായിരുന്നു. ബിരിയാണി അടുപ്പിൽ കുക്കറിൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കും പപ്പയ്ക്കും ഉച്ചയ്ക്ക് സിറ്റിയിൽ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ബിരിയാണി റെഡിയാകുമ്പോൾ താമസിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഊണ് വാങ്ങിച്ചത്. അങ്ങനെ കുറേ കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഒരു ഊണ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നോക്കിയപ്പോൾ സാധാ പണ്ടൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കറിയും പുറത്തിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഊണെടുത്തു. ഹലോ ഗൈസ്, നമ്മളിന്ന് ഊണ് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഊണ് തുറന്നു. അപ്പോൾ ഊണ് തുറന്നപ്പോൾ ഊണിൻ്റെ കൂടെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം കൊന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനായിട്ട് ബീട്രൂട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബീട്രൂട്ടും എടുത്ത് ചോറിൽ വെച്ചു. പിന്നെ മോര്, സാമ്പാർ, തീയൽ, അങ്ങനെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാ കറിയും ഞാൻ എടുത്തു. അതിൽ പിന്നെ ഒരു മീനിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അത് മാത്രം എടുത്തില്ല, ബാക്കിയെല്ലാം കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സദ്യയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എനിക്ക് പരിപ്പ് കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനെടുത്തത് പരിപ്പായിരുന്നു. പിന്നെ നമുക്ക് കിച്ചടി ഉണ്ടായിരുന്നു. കിച്ചടി അല്ലേ, ഇത് പച്ചടിയാ? വെള്ള കളറിലിരിക്കണ കിച്ചടിയാ പച്ചടിയാ? മോര്, ഒന്ന് 2 3 4 5 6 2 ഊണുള്ളതുകൊണ്ട് തന്നെ കുറേ കവറുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കവറും പൊട്ടിച്ചല്ലോ എന്നൊക്കെ എണ്ണിയൊക്കെ നോക്കിയിട്ട് ഞാനങ്ങനെ ചോറ് കഴിക്കാനെടുത്തു. അങ്ങനെ ആഫ്റ്റർ ചോറും പപ്പടവും ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു. ഇത് മീനിൻ്റെ ഗ്രേവി, ഇതെന്തോ തീയൽ പോലത്തെ, ഇതൊരു മോര്, ഇത് സാമ്പാർ, പരിപ്പ് കറി, കിച്ചടിയോ പച്ചടിയോ. ഇപ്പോഴും എനിക്ക് കിച്ചടിയും പച്ചടിയും തമ്മിൽ പേര് മാറിപ്പോയി. ഏതാ കിച്ചടി ഏതാ പച്ചടി എന്ന് ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പിന്നെ മുകളിലിരുന്ന പപ്പടം എല്ലാം എടുത്ത് മാറ്റിയിട്ട് പരിപ്പ് കറി തന്നെ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. ഞാനും പപ്പ എപ്പോഴും കുറേ കറി തരും ബാക്കി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇപ്പോൾ വാങ്ങിക്കുന്നതിന് ചില എനിക്ക്
അമ്മയും പപ്പയും ഇവിടെ ചോറ് വയ്ക്കാറില്ല എന്നാണ് ഗൈസ് പറയുന്നത്. ഞാൻ 1 വർഷത്തിന് ശേഷം തിന്നത് അതുകൊണ്ടാണ് ആക്രാന്തം എന്നാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും പപ്പയും വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം പോകേണ്ട സപ്ലൈ ഓഫീസിലായിരുന്നു. റേഷൻ കടയിൽ എന്തോ വിരലൊക്കെ പതിപ്പിക്കാനുണ്ടായിരുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോയ വഴിക്ക് വന്ദേ ഭാരതിനെയും കണ്ടു. പിന്നെ ഞാനും പപ്പയും കൂടെ സിറ്റിയിൽ പോയി. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് പപ്സും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ രാമചന്ദ്രയിൽ പോയി പപ്സ് വാങ്ങിച്ചിട്ട് ഞാൻ ആ പപ്സിൻ്റെ ഫാനായി ഗൈസ്. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വന്ന വഴിക്ക് പപ്പേനെ കൊണ്ട് രാമേന്ദ്രയിൽ നിർത്തിച്ചിട്ട് ഞാൻ ഓടിപ്പോയി പപ്സ് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ പപ്സും ചായയും പിന്നെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ചായക്ക് ഈസ്റ്റർ ആവാത്തതുകൊണ്ട് തന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടേ മുട്ട പപ്സ് തിന്നോളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ വെജ് പപ്സ് തന്നെ വാങ്ങിച്ചിരുന്നു. പക്ഷേ ഈസ്റ്റർ കഴിഞ്ഞിട്ട് മുട്ട പപ്സ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. എന്നാലും കുഴപ്പമില്ല, കുറേ വെജ് പപ്സ് കഴിച്ച് ഞാൻ എൻ്റെ ആഗ്രഹം തീർത്തിട്ടുണ്ട്. അങ്ങനെ അന്ന് പപ്സും ചായയും കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ അടക്കാനാണ് പോയത്. വലിയ തോട്ടമുള്ളതുകൊണ്ട് ഞാനിപ്പം മാവി കയറി മാങ്ങ അടത്തരാമെന്നും പറഞ്ഞ് ഏണിയിൽ കയറിയതായിരുന്നു. പക്ഷേ ഏണി തീർന്നപ്പോഴും പിന്നെ മാവി കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് അവിടെ തന്നെ ഞാൻ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഏണി വിട്ട് മാവിലോട്ട് ചവിട്ടാനേ എനിക്ക് പേടിയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ താഴെ ഇറങ്ങി. പിന്നെ പപ്പ വന്നു. പപ്പ കുറേ മാങ്ങ എടുത്തു. പപ്പ മാങ്ങ എടുക്കുന്നു, അമ്മ മാങ്ങ എടുക്കുന്നു. അമ്മ താഴെ നിന്ന് അത് വിളങ്ങില്ലാതെ അടക്കല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ കോമഡി എന്തെന്ന് വെച്ചാൽ പപ്പ അടുത്ത് മാങ്ങ വിളഞ്ഞതായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് സോറി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചിരിയാണിത്. അമ്മ അങ്ങനെ അവസാനം കസാരയിൽ ഇരിപ്പായി. പിന്നെ പപ്പ മാങ്ങ ഇടാറാകുമ്പോൾ വിളിക്കുമ്പോൾ മാത്രം അമ്മ പോയി മാങ്ങ പിടിക്കുമായിരുന്നു. അത് രണ്ട് വിളഞ്ഞു ഓക്കെ ആണ്. പക്ഷെ ആ കൂട്ടത്തോടെ നിൽക്കുന്നില്ലേ അതെല്ലാം കഷ്ടമാണ്. അത് പിഞ്ചാണ്. അതിനെ അടുത്ത് നശിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് പപ്പ അതൊന്നും അടക്കാതെ താഴെ ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി അതായിരുന്നു നമ്മുടെ രാത്രിയത്തെ ഫുഡ്. അങ്ങനെ രാത്രി ബിരിയാണിയൊക്കെ തുറന്ന് നോക്കി. അപ്പം നല്ല സെറ്റായി വെന്ത് ഉടഞ്ഞവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ആ ബിരിയാണിയും കുറച്ച് സാലഡും പപ്പടവും വെച്ചാണ് രാത്രി കഴിച്ചത്. അമ്മ വീണ്ടും പൈനാപ്പിൾ ജ്യൂസ് തന്നു ഗായ്സ്. എന്തേലും കഴിച്ച് വണ്ണം വയ്ക്കുമെന്നും പറഞ്ഞ് അമ്മ അപ്പോഴപ്പോഴാണ് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ എന്തേലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ് കടയിൽ കയറി ഒരു മഞ്ചിൻ്റെ ചോക്കോസ് പോലത്തെ സാധനം എടുത്ത് പൊടിച്ചു. പിന്നെ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോയതുകൊണ്ട് അടുത്തതായിട്ട് വീണ്ടും കടയിലൊന്ന് പോയി. അപ്പോൾ ഒരു പ്ലം കേക്കിനെ കിട്ടി. പിന്നെ അതും എടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.